അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി മഞ്ചൂരിയൻ റൈസാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ റൈസ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ബോയിലാകാൻ വേണ്ടി അടച്ചു വെക്കാം. അതാവുന്ന സമയം കൊണ്ട് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, മൈദ 2 സ്പൂണ്, കോൺഫ്ലവർ 2 സ്പൂണ്. അങ്ങനെ ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾ ഫ്രോസൺ അല്ലെങ്കിൽ ഉള്ള വെജിറ്റബിൾ അങ്ങനെ നോക്കിയിട്ട് സോട്ട് ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. സോട്ട് ചെയ്ത വെജിറ്റബിൾസും അതിൻ്റെ കൂടെ ക്യാപ്സിക്കം 3 കളർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒനിയൻ, ചില്ലി ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ ഇത് റൈസിലേക്ക് തട്ടിക്കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ടകാട മാറ്റി വെക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ളി, തക്കാളി, 3 കളർ ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് സോയാ സോസ്, റെഡ് ചില്ലി സോസ് ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ അടുത്തായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഗ്രീൻ ചില്ലി സോസാണ് എഴുതുന്നത്. കുറച്ച് ഹോട്ട് സോസും കൂടി ആഡ് ചെയ്യുക. കുറച്ച് കുരുമുളക് പൊടി. അങ്ങനെ ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സോട്ട് ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കുക. അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ കലക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ദം ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ലേശം പനീറിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ലെയറിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അടുത്ത ലെയറായിട്ട് നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്കി റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പനീറിൻ്റെ മിക്സും കൂടി ഇട്ട് നന്നായി കവർ ചെയ്ത് ഒരു ഫോയിലൊക്കെ പോയിട്ടിട്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.